പ്രിയപ്പെട്ട യൂട്യൂബ് നിവാസികളെ, നിങ്ങൾക്കായി ഇതാ വരുന്നു വൈഗാസ് തള്ളുവണ്ടി. ഹലോ, വെൽക്കം ബാക്ക് ടു വൈഗാസ് തള്ളുവണ്ടി. കുറച്ച് ദിവസങ്ങളായിട്ട് മുന്നറിയിപ്പോടുകൂടി ഫേസ്ബുക്കിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ബ്ലൂ വെയിൽ എന്ന് പറയുന്ന സൂസൈഡ് ഗെയിമിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. റഷ്യയിൽ നിന്നുമാണ് ഈ ഗെയിമിന്റെ തുടക്കം. അവിടെ തന്നെ ഈ ഗെയിം കളിച്ച് സൂയിസൈഡ് ചെയ്ത് 100-ലേറെ കുട്ടികൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. കൗമാരക്കാരാണ് ഏറ്റവും കൂടുതൽ ഈ ഗെയിം കളിച്ച് സൂയിസൈഡ് ചെയ്യുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഗെയിം ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ലെന്നും, ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഫോണിലുള്ള പല ഡീറ്റെയിൽസും ഹാക്ക് ചെയ്യപ്പെടും എന്നും റിപ്പോർട്ടുണ്ട്. ബ്ലൂ വെയിൽ എന്ന് പറയുന്ന ഈ സൂയിസൈഡ് ഗെയിം നമ്മൾ കളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതൊന്ന് ക്വിറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അങ്ങനെ ക്വിറ്റ് ചെയ്യണം തീരുമാനിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് വരുന്ന മെസ്സേജസ് ഒക്കെ നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലായിരിക്കും. അതുപോലെ തന്നെ ആദ്യത്തെ 50 സ്റ്റേജാണ് ഈ ഗെയിമിനുള്ളത്. ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ പറയുന്നത് ചെറിയ ചെറിയ വെല്ലുവിളികൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച് അതിന് തെളിവ് കാണിക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോസ് അയച്ചു കൊടുക്കാനും വീഡിയോസ് അയച്ചു കൊടുക്കാനും പറയുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അതിൽ നിന്നും ഓരോ സ്റ്റേജ് പോകുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ് അവരുടെ കയ്യിലാവുന്ന രീതിക്കുള്ള എന്തൊക്കെയോ സംഭവങ്ങളാണ് ഈ ഗെയിമിൽ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇത് സത്യമാണോ കള്ളമാണോ എന്നുള്ള കാര്യം അറിയില്ല. റിയൽ ആണെങ്കിലും ഫേക്ക് ആണെങ്കിലും ഇത് നമുക്ക് അപകടം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. 50 സ്റ്റേജുള്ള ഈ ഗെയിം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ അതിനകത്ത് എപ്പോഴെങ്കിലും ക്വിറ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്ന മെസ്സേജസ് ഒക്കെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലായിരിക്കും. ആദ്യം ഈ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റേജിലും സെക്കൻഡ് സ്റ്റേജിലും ഒക്കെ പറയുന്നത് ഈ ഇരുട്ടുള്ള സമയത്ത് അല്ലെങ്കിൽ രാത്രി സമയത്ത് ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രേത സിനിമകളും സംഭവങ്ങളും കാണുക, എന്നിട്ട് അതിന്റെ വീഡിയോസ് അയച്ചു കൊടുക്കുക, പിന്നെ ശരീരത്തിൽ സ്വന്തമായിട്ട് മുറിവുണ്ടാക്കുക, അങ്ങനെ ഡേഞ്ചർ ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഇവര് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അവസാനം ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യിപ്പിച്ച് ഓരോ ലെവൽ എത്തുമ്പോഴും മൈൻഡ് കുറെ ആയിട്ട് അവരുടെ കയ്യിലേക്ക് ആവുന്ന രീതിയിൽ പിന്നെ നമ്മുടെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നത് അവരായിരിക്കും. അപ്പൊ അവസാനം പറയുന്നത് ഈ ഗെയിമിൽ വിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മഹത്യ ചെയ്യണം, എന്നാലേ നിങ്ങൾ ഇതിൽ ജയിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ മൈൻഡ് അവരുടെ കയ്യിലാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ ഒരു മാനസിക നില തന്നെ തെറ്റാനും അവർ പറയുന്നതൊക്കെ ചെയ്തു കൊടുക്കാനും അങ്ങനെ മരണത്തിലേക്ക് ഒരുപാട് പേര് എത്തിപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. റഷ്യയിൽ നിന്നാണ് ഈ ഗെയിമിന്റെ സ്റ്റാർട്ടിങ്. അവിടെയുള്ള കുറച്ച് കൗമാരക്കാരായിട്ടുള്ള കുട്ടികളാണ് കൂടുതലും ഈ ഗെയിമിന് ഇരയായിട്ടുള്ളത്. കുറെ പേര് ആത്മഹത്യ ചെയ്തു എന്നാണ് റിപ്പോർട്ട്സ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ കാണുന്ന ഒരു റിപ്പോർട്ട് ഈ ബ്ലൂ വെയിൽ ഗെയിമിനെ കുറിച്ചാണ്. ഒരുപാട് പേര് അത് ഷെയർ ചെയ്തിരിക്കുന്നു. ഒരുപാട് പേര് ഡീറ്റെയിൽസ് സത്യമാണോ കള്ളമാണോ എന്നുള്ള കാര്യം അറിയില്ല. പക്ഷെ എന്തായാലും ഈ ഒരു ന്യൂസ് എന്ന് പറയുന്നത് നമുക്ക് അപകടമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ വെറുതെ അത് സത്യമാണോ കള്ളമാണോ എന്ന് ചിന്തിക്കുന്നതിലുപരി അത് ഒന്നും ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇപ്പൊ ഇതിനെക്കുറിച്ച് ഇപ്പൊ വലിയ സബ്ജക്റ്റ് അല്ല അല്ലെങ്കിൽ വലിയ കാര്യമല്ല എന്ന് ചിന്തിക്കുന്നവരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇതിനെക്കുറിച്ച് ഒരു മെസ്സേജ് പാസ് ചെയ്യുക. അപ്പൊ ചിലർ അറിഞ്ഞിട്ടുണ്ടാവും, ചിലർ അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇത് വീഡിയോയിൽ കൂടെ പറയുന്നത്. അങ്ങനെ ഒരു സംഭവം നമുക്ക് അപകടമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അതിന്റെ പുറകെ പോവാതിരിക്കുന്നതായിരിക്കും നല്ലത്. 2015 ചാർലി എന്ന് പറയുന്ന ഒരു ഗെയിമും പ്രേതങ്ങളുമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു വാദത്തോടു കൂടിയാണ് വന്നത്. അതിന്റെ അവസാനം എന്ന് പറയുന്നത് ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒന്നായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയുള്ള ഒരു ഗെയിമാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. ഒരു കൂട്ടം മാനസിക വിഭ്രാന്തിയുള്ള ആളോ ആണ് ഇതിന്റെ പിന്നിലെന്നാണ് ന്യൂസിൽ വരുന്ന കാര്യം. ഇപ്പൊ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സത്യമാണെങ്കിലും കള്ളമാണെങ്കിലും ആരും ഇതിന്റെ പുറകെ പോകരുത്. അത് എന്താ പറയാ നമുക്ക് അപകടം ഉണ്ടാക്കുന്നത്. ഇനി അതുപോലെ തന്നെ UAE-യിലും ഈ ഗെയിം എത്തിയിട്ടുണ്ടെന്നും ഒരു റിപ്പോർട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ പോലും ആരെങ്കിലും ഇത് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടോ അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ അങ്ങനെ ചെയ്യാൻ പോകണ്ട. എന്തായാലും നമുക്ക് നമ്മുടെ ജീവനാണ് വലുത്. അപ്പൊ എന്തായാലും എന്താക്കുക, കഴിവതും വീഡിയോ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഈ മെസ്സേജ് പാസ് ചെയ്യുക. ആരും ഈ ഒരു ഗെയിമിന്റെ പുറകെ പോകരുത്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരും. അത് വരും. ബൈ.